ഹായ് ഹലോ കലാം ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കളങ്കാവൽ സിനിമ റിലീസ് ചെയ്യാൻ പോവാണ്. ആൻഡ് കുറച്ചുകൂടെ മണിക്കൂറുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ റിലീസ് ചെയ്യും. ഞാൻ മണിക്കൂറുകൾ എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഓൾറെഡി നാട്ടിൽ 5-ാം തീയതി ആയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും രാവിലെ പുലർച്ചെ ആയിട്ടുണ്ടാവും. അപ്പോൾ സിനിമ റിലീസ് ചെയ്യാൻ പോവാണ് ഇന്ന്. ഒരുപാട് പ്രതീക്ഷകളാണ് സിനിമയ്ക്കുള്ളത്. ഇപ്പോൾ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണ് കളങ്കാവൽ. കളങ്കാവലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ജോൺ ബ്രിട്ടാസിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കുറെ മുന്നേ. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ ടൈം മുതലേ ഈ ഒരു സിനിമയ്ക്ക് ഒരു ഹൈപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഹൈപ്പിന്റെ കാരണം ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്ക പുതിയതായിട്ട് വരുന്ന ഒരു സിനിമയിൽ ചെയ്യാൻ പോണ കഥാപാത്രം ഭയങ്കര മോശപ്പെട്ട രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഒരുപാട് സ്ത്രീകളെ റേപ്പ് ചെയ്ത് കൊല്ലണ രീതിയിലുള്ള അങ്ങനത്തെ രീതിയിലായിരുന്നു ജോൺ ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, മമ്മൂക്ക എങ്ങനെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്താണെന്നുള്ള അന്ന് മുതലേ സിനിമയ്ക്ക് ഒരു കുഞ്ഞു പുഷ് ആ ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം വന്നിട്ടുള്ള പോസ്റ്റേഴ്സ് ആവട്ടെ, സിനിമയെ കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങൾ, കാരണം സൈനൈഡ് മോഹനൻ കേസായിട്ട് റിലേറ്റഡ് ആണ് ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ക്യൂരിയോസിറ്റി അന്ന് മുതലേ മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു. അതിനുശേഷം മമ്മൂക്കയുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം സിനിമയുടെ ഡേറ്റ് ഒക്കെ പുഷായി. പിന്നെ റിലീസിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് ഇല്ല, ഒരുപാട് കാലം അപ്ഡേറ്റ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ഡ്രൈ ആയിട്ട് പോയിരുന്നു. പിന്നെ അപ്ഡേറ്റ് വന്നു 27th റിലീസ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്യണു. അതിന്റെ ഇടയിൽ ഒരു ടീസർ തന്നു. ആ ടീസർ ആണെങ്കിൽ പോലും മമ്മൂക്ക വളരെ കുറച്ച് സെക്കൻഡ്സിന്റെ ഒരു സീൻ മാത്രം കാണിച്ചു. ആ സീനിൽ നിന്ന് തന്നെ എവിഡന്റ് ആയിരുന്നു വാട്ട് ഹിസ് ക്യാരക്ടർ ഈസ്. അപ്പം അന്ന് മുതലേ ഇത് പൊളിക്കും, മമ്മൂക്ക എങ്ങനെയായിരിക്കും ഈ ഒരു ക്യാരക്ടർ ഇതിനെങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും മമ്മൂക്ക അത് സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും അതുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ ഒരു സെക്കൻഡ് ടീസറിൽ മമ്മൂക്കയുടെ സംഭവം, ആ സിഗരറ്റ് ഇങ്ങനെ ആക്കണത്. ആൻഡ് അതിനുശേഷം സിനിമയുടെ ട്രെയിലർ വന്നപ്പോൾ ഒരു രീതിയിലുള്ള ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമയിലെ പ്രീ റിലീസ് ഒരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വീണ്ടും മമ്മൂക്കേനെ കാണിച്ചു. ആൻഡ് ഈ ഒരു സിനിമയുടെ സ്പെഷ്യാലിറ്റി വേറൊരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പറഞ്ഞല്ലോ മമ്മൂക്ക പ്രതിനായകനായിട്ടാണ് വരുന്നത്, വില്ലനായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് ആരാണ് ഈ സിനിമയിലെ നായകൻ എന്ന് വെക്കുന്ന സമയത്ത് വിനായകൻ. അപ്പൊ വിനായകൻ മമ്മൂക്ക ഈ ഒരു പരിപാടി എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. ആൻഡ് വിനായകൻ ഇതിലൊരു പോലീസ് റോളാണ് ചെയ്യണത് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. കാരണം ടീസറിലും ട്രെയിലറിലും ബോത്ത് ടീസറിലും ട്രെയിലറിലും ആള് പോലീസ് സ്റ്റേഷന്റെ സീനും കാര്യങ്ങളും കാണിക്കണേ. പക്ഷെ പ്രീ റിലീസ് ഭാഗമായിട്ട് ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതില് വിനായകന്റെ ഒരു വോയിസിൽ വന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു കൊല്ലണേനെ കുറിച്ച്, അതിനൊരു ഹരായി മാറി എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി വിനായകനും ഇതിലുണ്ടോ, അപ്പൊ മമ്മൂക്കയുടെ റോൾ എങ്ങനെയാന്നുള്ളത്. ആ ഒരു ത്രില്ലിങ്, ആ ഒരു ഫീല് ഇവർക്ക് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ ടീമിന്റെ ഏറ്റവും വലിയ സക്സസ് കേട്ടോ. ആൻഡ് ഈ സിനിമ ഇറങ്ങാൻ പോണതിന്റെ കുറച്ച് മുന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ പ്രീ സെയിൽസ് ആണ്. ഏകദേശം 4.5K ടിക്കറ്റ്സ് ആണ് പെർ അവർ സെയിൽ പോയിട്ടുണ്ടായിരുന്നത് ബുക്ക് മൈ ഷോ വഴി. അത്രയും ഹൈപ്പാണ് സിനിമയ്ക്ക് ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക മാത്രമാണെന്ന് ഞാൻ പറയൂ. മമ്മൂക്ക ആസ് എൻ ആക്ടർ എന്ന് ഞാൻ പറയും, നോട്ട് ആസ് എ സ്റ്റാർ. കാരണം മമ്മൂക്കയുടെ ആ ഒരു ക്യാരക്ടർ, മമ്മൂക്ക ഇപ്പൊ കുറച്ച് കാലമായിട്ട് ചെയ്യുന്ന റോൾസ് ഒക്കെ, എക്സ്പ്ലോർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ ഡിഫറെന്റ് ആണ്. ആൻഡ് മമ്മൂട്ടി കമ്പനീന്റെ ബാങ്ക് റോൾ ചെയ്യുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ അതിനൊരു വലിയൊരു പ്രത്യേകത. കാരണം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് ആണ് അവർ ഡെലിവർ ചെയ്യാറ്. ഇപ്പൊ ഒരുപാട് ലാസ്റ്റ് വന്ന സിനിമകൾ ചിലതൊന്നും അങ്ങനെ അല്ലെങ്കിലും കൂടുതലും ഇപ്പൊ അവർ കുറച്ച് സിനിമകളെ, ഹാൻഡ്ഫുൾ സിനിമകളെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ആ പ്രൊഡ്യൂസ് ചെയ്തതിൽ മെജോറിറ്റി സിനിമകളും കണ്ടന്റ് വൈസ് ടോപ്പ് നോച്ച് ആണ്. അപ്പൊ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് മമ്മൂട്ടി കമ്പനി ആണോ നോക്കുമ്പോൾ തന്നെ അപ്പൊ അതിൽ എന്തോ ഒരു കാര്യം ആ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു മമ്മൂക്ക ചെയ്യണ ഒരു ക്യാരക്ടർ അതെങ്ങനെയായിരിക്കും മമ്മൂക്ക ചെയ്യുക എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി തന്നെയാണ് ലാസ്റ്റ് മിനിറ്റ് ഹൈപ്പിന് കാരണം. ആൻഡ് സിനിമ ഏകദേശം 4 crores പ്ലസ് പ്രീ സെയിൽസ് കിടക്കും എന്നാണ് പറയണത്. ആൻഡ് ഏകദേശം ഇപ്പോൾ 2.25 കേരളത്തിൽ നിന്ന് മാത്രം കിട്ടി. ആൻഡ് വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് പ്രീ സെയിൽസ് വഴി അറൌണ്ട് 4 to 5 crores അടുത്താണ്. അത് വലിയൊരു ഫിഗറാണ്. കാരണം ഈ ഒരു സിനിമയെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഈ ഒരു സിനിമയ്ക്ക് പ്രൊമോഷൻ വല്ലാണ്ടൊന്നും നടന്നിട്ടില്ല. നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊമോഷൻ ഒന്നും ഈ സിനിമയ്ക്ക് നടക്കണില്ല. ആൻഡ് മോർ ദാൻ ദാറ്റ് ഒരു കൊമേഴ്ഷ്യൽ സിനിമയല്ല. ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്കൊക്കെയാണ് ഇത്രയും പ്രീ സെയിൽസ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമോ അത് ഓക്കെ, കാരണം ഇങ്ങനെയൊക്കെ കണ്ടു വന്നിട്ടുണ്ട് നമ്മൾ. പക്ഷെ എന്നാലും ഈ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ യെസ്, അതിന് ഏറ്റവും വലിയ റീസൺ മമ്മൂട്ടി ആൻഡ് മമ്മൂക്ക ചെയ്യണ ആ ഒരു ക്യാരക്ടർ, അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. കളങ്കാവൽ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ ഹീറോ ആയിട്ട് വിനായകൻ എങ്ങനെ വരുന്നു എന്നുള്ളത്, അപ്പൊ രണ്ടുപേരും പ്രസന്റ് ചെയ്തിട്ടുള്ള രീതി കാണാൻ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. പിന്നെ
സൈനൈഡ് മോഹൻ കേസ് എന്ന് പറഞ്ഞുള്ള ആ കേസായിട്ട് വലിയ റിലേഷൻ ഈ സിനിമയ്ക്ക് ഇല്ല എന്നുള്ളത് മമ്മൂട്ടി ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനർത്ഥം അതിന്ന് ഒന്നും ഇല്ല എന്നല്ല, ഇൻസ്പയർഡ് ആയിട്ടുള്ള മൊമെന്റ്സ്, ഇൻസ്പയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ആ ഒരു റിയൽ സ്റ്റോറി മാറ്റിയിട്ട് അതിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ ഈ സ്റ്റോറിനെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫീൽ ഉണ്ടാവും നമുക്ക് കാണുന്ന സമയത്ത്. കാരണം സൈനൈഡ് മോഹൻ കേസ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിലേക്ക് വരികയാണെങ്കിലും ഇതിന്റെ പ്രീ റിലീസ് ഇവന്റിലാണെങ്കിൽ പോലും എത്ര സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ട് എന്നുള്ളത് അവർ റിവീൽ ചെയ്തായിരുന്നു. 23 ആ തോന്നുന്നു. ആൻഡ് സൈനൈഡ് മോഹൻ കേസ് എന്ന് പറയുന്നത് 21 സ്ത്രീകളെയാണ് അവര് പോലീസിന്റെ ലിസ്റ്റിൽ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. പ്ലസ് ആള് എത്രയോ 35 ക്രൈംസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവിടെ ആ സ്ത്രീകൾ ഇത്രയും വരുന്ന സമയത്ത് ഞാനും ആലോചിച്ചു ഇനി അതന്നെ ആയിരിക്കും സിനിമ എന്നുള്ളത്. പക്ഷെ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല എന്നാണല്ലോ മമ്മൂക്ക പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഒരു മമ്മൂക്ക സിനിമ എന്ന് പറയുന്ന സമയത്ത് ഇത്രയും പ്രീ സെയിൽസ് കാണുന്ന സമയത്ത് ആൾക്കാർക്ക് പൊതുവായിട്ടുള്ള ഒരു ധാരണയായിരിക്കും ഇതിൽ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് അല്ലെങ്കിൽ മാസ് മൊമെന്റ്സ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഞാൻ ഒട്ടും വിശ്വസിക്കണില്ല. അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യരുത് നിങ്ങൾ. കാരണം ഒരിക്കലും ഈ ഒരു സിനിമയിൽ മെഗാ സ്റ്റാർ അല്ലെങ്കിൽ മമ്മൂട്ടി ആസ് എ സ്റ്റാർ ഒരിക്കലും കാണിക്കില്ല. ജസ്റ്റ് എങ്ങനെയാണോ ആള് ആ ഒരു ക്യാരക്ടറിനെ ഗ്ലോറിഫൈ ചെയ്യാത്ത രീതിയിൽ തന്നെ ആയിരിക്കും ഇത് പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. വില്ലൻ എന്ന് പറയുമ്പോൾ അത് പക്ക നെഗറ്റീവ് ഷെയ്ഡിൽ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക, വില്ലൻ ആണെങ്കിൽ. അങ്ങനെയാണ് കേട്ടോ. അപ്പോ ഒരിക്കലും അതിൽ നമുക്ക് ഗൂസ് ബംസ് തന്നെ കൈയടിക്കാൻ പറ്റിയ എന്താ പറയാ മാസ് മൂമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പെർഫോമൻസിന് എപ്പോഴും കൈയടി ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടാവും എന്ന് വിചാരിക്കണോ പെർഫോമൻസ് വൈസ്. ആൻഡ് സ്റ്റോറി നന്നാവണം എന്നാണ് ആഗ്രഹം. കാരണം പെർഫോമൻസ് മാത്രം ഉണ്ടെങ്കിൽ ഒരു സിനിമ പിടിച്ചു നിൽക്കില്ല. ആ സിനിമയ്ക്ക് നല്ല ഒരു എന്താ പറയുക സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റോറി, ഒരു കഥ വേണം. അതിന്റെ മേക്കിംഗ് അത്രയും നന്നാവണം. എന്നാലേ ആ പെർഫോമൻസിനും ഒരു വാല്യൂ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ എല്ലാം കൊണ്ടും ഒരു നല്ല സിനിമയായി തീരട്ടെ. ഒരുപാട് എന്താ പറയാ എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ആ ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ആൻഡ് നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ആൻഡ് നമുക്കൊരു ലാസ്റ്റ് മിനിറ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫീഡ്ബാക്ക് എല്ലാവരും തരണം, കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്, ആൻഡ് ക്രൂ മെമ്പേഴ്സിന്റെ പേരൊക്കെ പറഞ്ഞിട്ട്. സോ മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ ഫീഡ്ബാക്ക് മാറ്റർ ചെയ്യും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്തായാലും നല്ലൊരു സിനിമ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കണു. നല്ലൊരു സിനിമ ആവും എന്ന് വിചാരിക്കണു. ബാക്കി നമുക്ക് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം കാണാം. എനിക്കിവിടെ 1 മണിക്കാണ് ഷോ. നമ്മുടെ നാട്ടിൽ 6 മണിയായിട്ടുണ്ടാവും അപ്പം വൈകിട്ട്. അപ്പോഴാണ് എനിക്കിവിടെ ഷോ തുടങ്ങുന്നത്. അപ്പം ഞാൻ കണ്ടിട്ട് സിനിമയുടെ റിവ്യൂ എൻ്റെ ചാനലിൽ കൂടെ പങ്കുവയ്ക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. സിനിമ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് എന്താ വീഡിയോന്റെ അടിയിൽ നിങ്ങളെ കമന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുക. അതുപോലെ കാണാൻ പോകുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ആന്റിസിപ്പേഷൻസ് അല്ലെങ്കിൽ നിങ്ങളെ ആയിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, അത് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സംസാരിക്കാം. That's it. Thank you for watching me. Bye bye.